കുപ്പി ഉണ്ടാക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ. എത്ര ലിറ്ററിൻ്റെ ഇത്? 2.25 ലിറ്ററിൻ്റെ സോഡൻ്റെ കുപ്പി എടുക്കുക. കട്ട് ചെയ്യാം. ഫുള്ള് കട്ട് ചെയ്ത് കുപ്പി മുകളിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഈ ഷേപ്പ് ആക്കി എടുക്കുക. മുകൾ ഭാഗം കട്ട് ചെയ്യുക, ഇങ്ങനെ ആക്കുക. ഇനി അടുത്ത് ആവശ്യമില്ല, ഇത് പെട്ടെന്ന് ചൂടാൻ. കുപ്പിന്റെ ഒരു 10 സെന്റിമീറ്റർ അടിയുന്നില്ല, 10 സെന്റിമീറ്റർ ഹൈറ്റിൽ ഹോൾസ് ഉണ്ടാക്കാം. കാരണം താഴെ മൈദ നമ്മൾ കലക്കുമ്പോൾ താഴെ നിൽക്കണം. അതിനോട് ഈ ഗ്യാപ്പിൽ ഹോൾ ഇടുക. നിങ്ങൾ വ്യാകുന്നുണ്ടല്ലേ? സോൾഡറിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രീഷ്യനോട് പറഞ്ഞാൽ അവർ ഹോൾസ് ചെയ്യും. ഇലക്ട്രീഷ്യന്മാർക്ക് ഉണ്ടാവും, ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും സോൾഡറിംഗ്. നമ്മളെ ഇതൊരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഈ കുപ്പിക്കൽ ഈ വൈറ്റ് ഇതെല്ലാം ഒഴിവാക്കണം. പെട്രോൾ ഇട്ടിട്ട് ക്ലീൻ ആക്കിയാൽ എല്ലാം പോകും. കുറച്ച് പെട്രോൾ വെച്ചിട്ട് ഒന്ന് തെറിച്ചാൽ മതി, എല്ലാം പോകും, ക്ലീൻ ആവും. ഇത് വെള്ളം പുറത്തേക്ക് പോകാനാണ് ഈ ഹോൾസ് ഉണ്ടാക്കുന്നത്. ഈ കുപ്പിയിൽ നിറയെ വെള്ളം ഉണ്ടാവില്ല, അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വലിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഹോൾസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കുപ്പിയും തിരികെ അടക്കം വെള്ളത്തിൽ കിടക്കും. അല്ലെങ്കിൽ ഒരേ അളവിലിട്ടാൽ വെള്ളം പുറത്തേക്ക് പോകുന്നത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സൈഡ് ചെരിയും. ഒരേ അളവിൽ ഹോൾസ് ആക്കിയാൽ പൊക്കുമ്പോൾ ഒരേ ലെവലിൽ മേലെ പോകും. അതിനാണ് ഒരേ ലെവലിൽ ഹോൾസ് ഉണ്ടാക്കണം. താഴെ ഹോൾഡ് നേരെ മുകളിലോട്ട് ഇങ്ങനെ ലൈനായി ചുട്ടും. ഓക്കെ, ഇനി ഇവിടെ ലൈൻ കെട്ടാൻ വേണ്ടി 2 ഹോൾസ്. ഇവിടെ ലൈൻ കെട്ടാൻ മുകളിൽ ഇവിടെ ലൈൻ കെട്ടണം. അത് സെയിം സൈഡിൽ പോകും, ഓപ്പോസിറ്റ് സൈഡ് ഈക്വലായിട്ട് കെട്ടണം. ഈക്വലായി ഇതിന് വെയിറ്റ് കെട്ടാൻ 2 ഹോൾസ്. വെയിറ്റ് കെട്ടാൻ വേണ്ടി ഇതിന്റെ നടുക്കായിട്ട് വരും, അടിഭാഗം ലൈൻ കെട്ടാൻ വേണ്ടി. മുകളിൽ ഒരിക്കും 1 2 അല്ലേ? താഴെ 1 ഏറ്റവും മൂടിയുടെ അടുത്ത് 3 ചെയ്യണം. 3 ചെയ്യും. ഇതാണ് സാധനം. ഇതിലേ പിടിക്കാനുള്ള ബോട്ടിൽ. ഇതിൽ ഇത് മാറാനും കയറുമല്ലോ, വലിയ കയ്യാനും കയറും. ഒരു ഈയം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് മുകളിൽ. ഇയെല്ലാം നിങ്ങൾ ഇതുപോലെ കെട്ടാ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ എവിടെയൊക്കെ കെട്ടുന്നത് കാണിച്ചു തരാം. ഇത് മുകൾ ഭാഗത്ത് ഈയായി.